റെസ്റ്റോറേഷൻ ഓഫ് യുവർ ഫാമിലി, നിൻ്റെ കുടുംബത്തെ വീണ്ടെടുക്കുക. പാർട്ട് 2. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ നിന്ന് നമ്മൾ പറയുന്ന ഓരോ വാക്കിലും കർത്താവിൻ്റെ സിഗ്നേച്ചറുണ്ട്. മനസ്സിലാക്കണം. നമ്മൾ കർത്താവിൻ്റെ മുദ്രമോതിരമാന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മൾ ഈ ആത്മാവിൽ പറയുകയാണെങ്കിൽ അത് പരിശുദ്ധാത്മാവിൻ്റെ ജോലിയാണ്. രാവിലെ തോറും പരിശുദ്ധാത്മാ ആരാണ് തീക്ഷ്ണമായിട്ട് ദൈവത്തെ അന്വേഷിക്കുന്നതെന്ന് നോക്കിക്കൊണ്ടേയിരിക്കും. അവിടെ ചെന്നത് പതിയും. ഈ പ്രാക്കൾ, കിളികൾ ഒക്കെ നമ്മൾ നോക്കുമ്പോഴുണ്ടല്ലോ, അവരിങ്ങനെ പറന്ന് നടക്കും. അവർ പറന്ന് നടന്നു വെച്ചാൽ വെള്ളം എവിടെയാണെന്ന് വെച്ചാൽ അവിടെ വന്നിങ്ങനെ ഇരിക്കും. കുറച്ച് ആരും ഇല്ലെങ്കിൽ ശല്യപ്പെടുത്തില്ല ഒരു വെള്ളം. ഇവിടെ ഞാൻ ഒത്തിരി താമരയും ആമ്പലും ഒക്കെ വളർത്തുന്നുണ്ട്. അതിൻ്റെ ഒരു ക്രേസാണ്. എവിടെ ചെന്നാലും ഞാൻ വളർത്തും. അത് എവിടെ നിന്നും ദൈവം തരികയും ചെയ്യും. അപ്പോൾ അത് വളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇഷ്ടം പോലെ വെള്ളം അവിടെയുണ്ട്. എപ്പം നോക്കിയാലും ഈ ബ്ലൂ ബേർഡ്, സ്വർണ്ണക്കിളികളെ, അതുപോലെ നീല ബേർഡ്, അതുപോലെ പലതരത്തിലുള്ള ബേർഡുകൾ എൻ്റെ ചുവട്ട് വന്നിരുന്നിട്ട് വെള്ളം കുടിക്കുകയും ഇങ്ങനെ അതൊരു സന്തോഷിക്കുന്നത് കാണാറുണ്ട്. കാരണം അവർ വേറെങ്ങും പോകത്തില്ല, വെള്ളമുള്ളിടത്ത് വന്നിരിക്കും. അതുപോലെയാണ് നമ്മൾ ആത്മാവ് എവിടെയുണ്ടോ, പരിശുദ്ധാത്മാവ് എവിടെയുണ്ടോ അവിടെ നമ്മൾ പോയി ഇരിക്കും. പരിശുദ്ധാത്മാവുള്ളിടത്ത് ഭക്ഷണം എവിടെ കിട്ടുമോ അവിടെ നമ്മൾ ചെല്ലും. വെള്ളം എവിടെ ഒഴുകുന്നോ അവിടെ നമ്മൾ പോകും. കാരണം വെള്ളം കാണുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു സന്തോഷമല്ലേ. എവിടെ വെള്ളം ഒഴുകുന്നു, നല്ല ക്ലിയർ വാട്ടർ, നമ്മളവിടെ ഇങ്ങനെ പോയി ഇച്ചിരി നേരം നിൽക്കും. എനിക്കാണ് ഭൂമിയിൽ ഈ മനോഹരമായ വെള്ളം ഒഴുകുന്ന കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ്. കാരണം അത് നമ്മുടെ ഹൃദയത്തിൽ ഇതുപോലെ ജീവനദി ഒഴുകാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളിൽ ഒഴുകുന്നുണ്ടോ ജീവനദി? അത് ആഗ്രഹിച്ചാൽ മതി, ബാക്കി ചെയ്യുന്ന ദൈവമാണ്. ഞാനീ പറയുമ്പോൾ ഒരു ആഗ്രഹം ഇട്ട് തരികയാണ്. ഒരു വെള്ളം കണ്ട എന്തുകൊണ്ട് വെള്ളച്ചാട്ടം കാണാൻ ആളുകൾ പോകുന്നത്? ബിക്കോസ് ഇറ്റ് ഈസ് ഇൻബെഡഡ്. നമുക്ക് ഈ സൃഷ്ടിയിലുള്ള സൗന്ദര്യം ആസ്വദിക്കാൻ ദൈവം നമുക്ക് തന്നിരിക്കുക. അത് വിശുദ്ധിയോടെ ചെയ്യുമ്പോൾ അതിനൊരു പവിത്രതയുണ്ട്. അങ്ങനെ തന്നെയാണ് നമ്മുടെ ശരീരത്തെ ദൈവം കാണുന്നത്. അതുപോലെ വിശുദ്ധമായിട്ട് സൂക്ഷിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. അത് പഠിച്ചെടുക്കാൻ കുറച്ച് സമയമെടുക്കും. ചിലപ്പോൾ നമ്മൾ ചെളിയിൽ വീണെന്നിരിക്കും, പക്ഷെ അവിടെ കിടത്തത്തില്ല, പൊക്കിയെടുക്കും. ചിലരുടെയൊക്കെ ജീവിതത്തിലെ തോൽവി തന്നെ തോൽവിയാണ്. എന്നും ഉള്ളിലൊരു ഞരക്കവും കരച്ചിലാണ്. എന്നാൽ അങ്ങനെയുള്ളവിടത്തേക്ക് ദൈവം പറയുന്നത്, ഡോണ്ട് ഗീവ് അപ്പ്. നീ ഇങ്ങനെ വേദനിച്ച് കിടക്കേണ്ട ആവശ്യമില്ല. നീ പുതിയ എന്തോ കാണാൻ പോവുകയാണ്. ദൈവം മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവം നിൻ്റെ ജീവനെ ഉയർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക. അത് കുടുംബങ്ങളിലായിരിക്കാം. ഒരു ഡിവൈൻ പർപ്പസ് ഉണ്ട്. ഓരോ വ്യക്തിയെക്കുറിച്ചും ദൈവത്തിന് ആത്മീയ ഗോളത്തിലൊരു പർപ്പസുണ്ട്. എത്ര കാലം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കും, എവിടെയെല്ലാം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പോകാത്ത രാജ്യങ്ങൾ കുറവാണ്. മിക്കയിടത്തും പോയി ജോലിക്ക് വേണ്ടി പോയിട്ടുണ്ട്. അവിടെ എല്ലാം പോകുന്നിടത്തെല്ലാം പ്രാർത്ഥനയുടെ ഒരു കൃപയും ഒരു വലയും ഉണ്ടായിരുന്നു. അവിടെ ഒരു വലിയ ജീവനെ പകരാനിടയാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പം നമുക്ക് പല സ്ഥലങ്ങളുണ്ട്. അവിടെ എല്ലാം പോകുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. മെയിനായിട്ട് പ്രാർത്ഥനയാണ്, അല്ലാതെ പുറമേയുള്ള കാര്യങ്ങളധികം ചെയ്യുന്നില്ല. അപ്പോൾ പ്രാർത്ഥിച്ചിട്ട് ഈ ഭൂമിയെ വിശുദ്ധമാക്കിക്കൊണ്ടേയിരിക്കുന്ന ഒരു പ്രോസസ്സാണ് ഇപ്പം ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ട് ബാക്കി എന്താ ദൈവം ചെയ്യുമ്പോൾ ദൈവത്തിനെ അറിയത്തുള്ളൂ. അപ്പോൾ ഈ ഭൂമി പോലും പാപത്തിൽ ഞെരങ്ങിക്കൊണ്ടിരിക്കുന്നിടത്ത് നമ്മൾ ദൈവവചനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കണ്ടിട്ടുണ്ട്, ചിലർ കൃഷി ചെയ്യുന്നിടത്ത് പശുവിനെ വളർത്തുന്നതൊക്കെ പാട്ടിട്ട് കൊടുക്കും. ഇറ്റ് റിയലി എപ്പോഴും അല്ല, കുറേ സമയം അത് ഇറ്റ് റിയലി ചേഞ്ചസ് ദി അറ്റ്മോസ്ഫിയർ. അത് നമ്മൾ കാണുമ്പോൾ ഈ കൃഷിത്തോട്ടങ്ങളൊക്കെ തമിഴ്നാട്ടിലൊക്കെ ഒത്തിരി തെങ്ങും തോപ്പുണ്ട്. അവിടെ എല്ലാം ഒരു പാട്ടിട്ടിട്ടിരിക്കും. അവരവരുടെ പാട്ടാണ് ഇടുന്നത്. ബട്ട് ഇറ്റ് സ്റ്റിൽ ഹാസ് സം ഇഫക്റ്റ്. ഈ ദൈവത്തിലുള്ള സന്തോഷം നമ്മൾ മറന്നുപോയോ? ആ സന്തോഷത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ദൈവസന്തോഷം നമുക്ക് ലഭിക്കുന്ന, നമ്മൾ അർഹിക്കുന്നവരാണെന്നുള്ള ബോധം വന്നിട്ട്, പ്രശ്നങ്ങളൊക്കെയുണ്ട്, സമയമെടുത്ത് ദൈവത്തിൽ സന്തോഷിക്കാൻ ഇരുന്ന് പഠിക്കണം. കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ള ബോധം നമുക്ക് വരണം. അപ്പം നമ്മുടെ തലമുറകളുടെ മേലെ, മാറി നിൽക്കുന്ന തലമുറകളുടെ കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ ഡ്രീംസ് നിങ്ങൾ എല്ലാം നശിച്ചു പോയെങ്കിൽ കർത്താവ് പറയുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങൾ നശിച്ചു പോയി, സ്വപ്നങ്ങൾ ഇല്ലാതായിപ്പോയോ? അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. നമ്മൾ ജീവിച്ചിട്ട് എന്താ ഉദ്ദേശം, എന്താ ഇനി ചെയ്യണം, കാരണം നമ്മൾ ഉദ്ദേശിച്ച വഴി ചെന്നിട്ട് അത് അവിടെ നിന്നുപോയി. ഇനി എന്ത്? അങ്ങനെയുള്ള സന്ദർഭത്തിൽ കർത്താവ് പറയുന്നത് ഇതാണ്, കം ബാക്ക് ടു മീ, എൻ്റെ അടുക്കിലേക്ക് വാ, ഐ ആം ദ പോട്ടർ, ഞാനാണ് നിൻ്റെ കുശവൻ. വേറെ ആര് തൊട്ടാലും ശരിയാകില്ല. സൃഷ്ടിച്ചപ്പം നമ്മൾ ഈ ഒരു വാച്ച്, ഈ വാച്ച് റിപ്പയർ ചെയ്യാൻ കഴിവുള്ള ആളിനെ കൊണ്ട് ഏൽപ്പിച്ചാൽ അത് റിപ്പയർ ചെയ്തിട്ട്, വേറെ വല്ലവരും കൊണ്ട് ഏൽപ്പിച്ചാൽ എൻ്റെ ഒരു ഗുണമില്ല. അതുപോലെ തന്നെയാണ് നല്ല വില കൂടിയ വാച്ചുകൾ, അതിൻ്റെ പ്രത്യേക ഡീലർഷിപ്പിൽ അത് നമ്മൾ റിപ്പയർ ചെയ്ത് കൊടുക്കത്തുള്ളൂ. കാരണം അതിന് വലിയ വിലയുണ്ട്.
അതിൻ്റെ ഓണറിനറിയാം അതെങ്ങനെ ഡെലിക്കേറ്റായിട്ട് സൃഷ്ടിച്ച്. അതുപോലെ തന്നെയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. ഒന്നാമത് ഇത് മനസ്സിലാക്കിയാൽ നമ്മൾ അടങ്ങിയിരിക്കില്ല. കാരണം അത്ര ഉന്നതമായിട്ട് ദൈവം നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നത്. അതിൽ ഒരു റേ ഓഫ് ഹോപ്പ്, ഒരു ചെറിയ വെട്ടം ദൈവമേ എനിക്ക് തരണമേ. അപ്പം ഞാൻ ഈ വചനം റെക്കോർഡിങ് ഒത്തിരി എണ്ണം ഒന്നിച്ച് എടുക്കുന്ന ദിവസങ്ങളാണ്. അത് എടുക്കുമ്പോൾ എത്രയോ നാൾ പ്രിപ്പയർ ചെയ്ത് വായിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഒഴുക്ക് വരുമ്പോഴാണ് നമുക്കറിയാം. സാച്ചുറേറ്റഡ് ആകുമ്പോൾ പിന്നെ നമുക്ക് പറയാൻ മടിയില്ല. കാരണം ആ ലെവൽ എത്തുന്നിടം വരെ നമ്മൾ വായിക്കുകയാണ്. പിന്നെ ആ വചനം നോക്കേണ്ട ആവശ്യം വരത്തില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ഓൾറെഡി ഇൻ യുവർ ബ്രെയിൻ. ഈ സാച്ചുറേറ്റ് ചെയ്തിരും. ഈ സാച്ചുറേറ്റ് ചെയ്ത് ഈ വചനം നമ്മൾ അയക്കുമ്പോൾ അതിൻ്റെ അതേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലാണ് ചെന്ന് കൊള്ളുന്നത്. ഇതിനകത്ത് കലർപ്പില്ല. ദൈവവചനത്തിനകത്ത് കലർപ്പ് വരുത്തില്ല. ആ വചനം വിശുദ്ധ വെള്ളം ഒഴുകുന്ന പോലെ ഒഴുകി അത് ചെന്ന് ചെയ്യും. ആ വെള്ളത്തിൻ്റെ അടുക്കൽ പക്ഷികൾ വന്നിരിക്കും സൈഡിൽ. ആ വെള്ളത്തിൻ്റെ അടുക്കൽ നമ്മളെടുത്ത് വെള്ളം കുടിക്കും. വെള്ളം ഇല്ലെങ്കിൽ നമ്മൾ ആ വെള്ളം കഴിക്കാത്തെടുത്ത് നമ്മുടെ മുഖം കഴുകും. ബിക്കോസ് ദാറ്റ് ഈസ് ദ നാച്ചുറൽ ഇൻസ്റ്റിങ്ക്റ്റ് ഇല്ലേ നമ്മൾ ചെയ്യും. അപ്പോൾ അങ്ങനെ ഒഴുകുന്ന ഒരു നദിയായിട്ട് നമ്മൾ ഓരോരുത്തരും മാറണം. ചിലർ എൻ്റെ വീട്ടിൽ വരും. ചിലർ എൻ്റെ വീട്ടിൽ വരുമ്പം എനിക്ക് എന്തൊരു സന്തോഷമാണ്. ചിലർ വീട്ടിൽ വരുമ്പോൾ ഞാൻ ചിന്തിക്കും കറക്റ്റാണ് അവർ വരുന്നത്. അപ്പോൾ നമ്മൾ ചിലർ വരുന്ന നമുക്ക് എന്തൊരു സന്തോഷം. അവരൊന്നും കൊണ്ടുതരുന്നതല്ല, അവരുടെ ആ പ്രസൻസ് ഷുഡ് ബ്രിങ് ദ പ്രസൻസ് ഓഫ് ദ ലിവിങ് ഗോഡ്. അതൊരു വലിയ അനുഭവം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്താണെന്നുള്ളത്. ബട്ട് ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് നല്ല കൂട്ടുകാർ വേണം, ദൈവത്തെ അറിയുന്നവർ വേണം. നമ്മുടെ ദുഃഖത്തിൽ നമ്മുടെ കൂടെ വന്നിരുന്ന് അല്പനേരം ഇരിക്കുന്നവരായിരിക്കും. നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ പ്രവൃത്തി മണ്ഡലങ്ങൾ, നമ്മുടെ ബന്ധങ്ങളിൽ, നമ്മുടെ ആരോഗ്യത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഒക്കെ നമ്മളെക്കുറിച്ച് കരുതുന്ന കുറേ പേരെങ്കിലും, 1-2 പേരെങ്കിലും ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്കൊരാവശ്യമുണ്ടെങ്കിൽ അത് പറയാതെ തന്നെ അറിയുന്ന വ്യക്തികളുണ്ട്. അത് വളരെ ആത്മാവുള്ളവർക്ക് അത് മനസ്സിലാകും. പ്രത്യേകിച്ച് ഈ 4-5 മക്കളുണ്ടെങ്കിൽ ഒരു മകനോ ഒരു മകളോടോ അമ്മയ്ക്കൊരു പ്രത്യേക ഇൻറ്റ്യൂറ്റീവ് കണക്ഷനുണ്ട്, സ്പിരിറ്റ് ലെവൽ. അവരോട് പറയണ്ട, അവരറിഞ്ഞുകൊണ്ട് വീട്ടിൽ വന്ന് കാര്യങ്ങൾ ചെയ്തു തരും. അത് ദൈവവുമായിട്ട് നമുക്ക് അതുപോലൊരു ബന്ധമുണ്ടായിരിക്കണം. ദൈവവും ഞാനുമായിട്ട് മാറാത്തൊരു ബന്ധം. ആ ബന്ധം ഞാനീ പറയുന്നതിൻ്റെ ഉദ്ദേശം അങ്ങനൊരു ബന്ധമുണ്ടെന്നും ആ ബന്ധം സ്ഥാപിക്കാൻ നമുക്ക് സാധിക്കും. അതിന് ഒട്ടും പ്രയാസമില്ല. വചനം എടുത്ത് വായിക്കുക, അറിയാവുന്ന വചനം. ഇപ്പം ഞാൻ 121 സങ്കീർത്തനം വായിക്കുന്നെങ്കിൽ ഇന്നിപ്പോൾ 126 അതെടുത്ത് വായിച്ച് ചിലപ്പോൾ നേരം കർത്താവിന് മുമ്പിലിരിക്കണം. എന്നിട്ടത് വിഷ്വലൈസ് ചെയ്യണം. സ്വപ്നം കണ്ട് നഷ്ടപ്പെട്ട സ്വപ്നങ്ങൾ എന്തൊക്കെയുണ്ട് അതെല്ലാം ഇങ്ങനെ അതായത് നല്ല കാര്യങ്ങളാണ്. മക്കളെക്കുറിച്ചുള്ള ചിന്തകൾ, അതിലെന്താണ് ഇനി പാളിച്ച കിടക്കുന്നത്, അതിന് എന്താണ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മുടെ തന്നെ ചിന്തകളിലുള്ള പാളിച്ചകൾ, അതായത് ഉറക്കം ചിലർ ഉറക്കം പറയുന്നവരുണ്ട്. ഉറക്കം പറയാതെ തന്നെ എന്താ അവന് കഴിവില്ലേ, അവനത് വിചാരിച്ചാൽ നടക്കത്തില്ലേ, അവനത് നേടാൻ പോകുന്നില്ല, അവളെന്നാലും ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നമ്മുടെ ചിന്തകളാണ് ചിന്തിക്കും. പക്ഷേ ഇവയെല്ലാം കൂടി ഒരു മല പോലെ വന്നങ്ങ് നിൽക്കുകയാണ്. പുറമേ പറയുമ്പോൾ ഇതൊന്നും പറയുന്നില്ല, നല്ലതേ പറയുന്നുള്ളൂ. ഈവൻ ദ തോട്ട് ഹാസ് എ ബാഡ് ഇഫക്റ്റ്. അതിന് പകരം ഉടനെ അവിടെ നിർത്തി വെച്ച്, കർത്താവേ ചിന്തകൾ മാറിപ്പോകുന്നു, നിൻ്റെ യേശു അങ്ങനെ ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് ഈ മല പോലെ, ഈ കറുത്ത മല പോലെ നിൽക്കുന്ന ഈ മലയുടെ മുകളിലേക്ക് നിൻ്റെ ആത്മാവ് പകർന്നില്ലെങ്കിൽ ചിന്തകൾ ഇവരുടെ അനുഗ്രഹത്തിന് തടസ്സമാണ്. പറഞ്ഞിരുന്നത് കൂടുതൽ പറയരുത്, പറയുന്നത് ശരിയല്ല, പറയുന്നവരുണ്ട്. അതിലും പുറകോട്ടാണ് ഞാൻ പോയിരിക്കുന്നത്. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പം പരിശുദ്ധാത്മാവ് കാണിക്കുന്നതെന്ന് വെച്ചാൽ ദൈവം മഞ്ഞ് ഇങ്ങോട്ട് അയച്ചു തരും. മഞ്ഞെന്ന് പറഞ്ഞാൽ ഈ ആദ്യ ദിവസം മഞ്ഞ് വീഴുമ്പോൾ, ഇംഗ്ലണ്ടിലൊക്കെ പോയിട്ടുള്ളവർക്കറിയാം, മഞ്ഞ് വീഴുമ്പം ചെറിയ പൂക്കൾ നമ്മുടെ ദേഹത്ത് വീഴുന്ന പോലെ, ഒരു ചെറിയ പഞ്ഞ് പോലൊരു സാധനം നമ്മുടെ ദേഹത്ത് വന്ന് വീഴുന്ന പോലെ തോന്നിക്കും. ഇറ്റ്സ് വെരി എക്സിലറേറ്റിംഗ്. അതൊരു സന്തോഷമാണ് ആ മഞ്ഞ്. ഒത്തിരി ആകുമ്പോൾ നമുക്ക് മടുക്കുമെങ്കിലും ആദ്യം അത് വീഴുമ്പോൾ എന്തൊരു സന്തോഷമാണ്. അതുപോലെ ഈ ദൈവം ഈ മഞ്ഞ് ഈ മലയുടെ, അതായത് നമ്മുടെ നെഗറ്റീവ് തോട്ട്സ് കൊണ്ട് ഒരു മലയുണ്ടാക്കി വെച്ച്, പറഞ്ഞിട്ടില്ലെന്ന് ഓർക്കണേ, അതുകൊണ്ട് പറഞ്ഞിട്ടില്ല, അതിലേക്ക് ഈ പരിശുദ്ധാത്മാവിൻ്റെ മഞ്ഞ് അങ്ങോട്ട് വീണിട്ട് പിന്നെ നോക്കുമ്പം മഞ്ഞ് മാത്രമേ കാണത്തുള്ളൂ. ഞാൻ കാശ്മീരിൽ പോയി കഴിഞ്ഞ വർഷം ജൂലൈ പോയപ്പോൾ എനിക്ക് ഈ സ്ഥലങ്ങളൊന്നും കാണാൻ വലിയ നിർബന്ധമില്ല. എൻ്റെ സിസ്റ്റർ നിർബന്ധം പറഞ്ഞുകൊണ്ട് ഞാൻ പോയതാണ് കൂടെ.
പക്ഷേ ഈ പഹൽഗാം എന്ന് പറഞ്ഞ സ്ഥലത്ത് ആ പ്രശ്നം ഉണ്ടായിട്ട് തന്നെ നമ്മൾ പോയത്. അവിടെ എത്രയോ മൈലുകൾ അടികൾ ഒക്കത്തിലുള്ള സ്ഥലത്ത് നമ്മളവിടെ കയറി ചെന്ന്, നമ്മുടെ കയറി കൊണ്ടുവന്ന് ട്രെയിനാണ് കൊണ്ടുപോകുന്നത്. അതിൻ്റെ മേളിൽ ചെന്നിറങ്ങിയ തണുപ്പുകൊണ്ട് നിൽക്കാനൊക്കത്തില്ല. പക്ഷേ അവിടുന്ന് താഴോട്ട് നോക്കിയാൽ മുഴുവൻ ഹിമാലയയുടെ മലയും വെളുത്ത് കാണും. വേറെ ഒന്ന് വെള്ള മല, പച്ച കുറേ പൈൻ ട്രീകളുമുണ്ട്. ദിസ് ഇസ് ഓൾ ഇറ്റ് ഈസ് ദെയർ. അപ്പോൾ ഈ മലയുടെ അഴുക്കും കറുപ്പും ഒന്നും ഇവിടെ കാണുന്നില്ല. ബിക്കോസ് ഇറ്റ് ഈസ് കവേർഡ് അണ്ടർ ദ സ്നോ. അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ പല ചിന്തകൾ ദൈവത്തിനെതിരായിട്ട്, മക്കളെക്കുറിച്ച്, ഭർത്താവിനെക്കുറിച്ച്, നമ്മളെക്കുറിച്ച് ഒക്കെ ചിന്തിച്ചിരിക്കുന്ന ഒരു മല പോലെ വന്ന് നിൽക്കുന്നതിൻ്റെ മേലേക്ക് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് തൻ്റെ മഞ്ഞ് അയച്ചിട്ട് അതിനെ ശുദ്ധീകരിക്കാൻ പോവുകയാണ്. ആ മഞ്ഞ് വീണ് കഴിയുമ്പോഴുണ്ടല്ലോ, മഞ്ഞ് അവിടെ കിടന്നിട്ട് അത് ആ കടി കിടക്കുന്ന എല്ലാം ചത്തും പൊക്കോളും. നല്ലത് മാത്രം കെളുത്ത് വന്നാൽ മതി. ഇത് ദൈവത്തിനെ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. കർത്താവ് പറയുന്നത്, ഞാൻ റിസ്റ്റോർ ചെയ്യാൻ കഴിവുള്ള ദൈവമാണ്. ജോസഫിനെ റിസ്റ്റോർ ചെയ്തില്ലേ? ജോസഫിൻ്റെ ഈ സ്വപ്നക്കാരൻ, അതായത് രണ്ട് കറ്റ മാത്രം ഉയർന്നു നിൽക്കുന്നു, ബാക്കി കറ്റകൾ മടങ്ങുക എന്ന് പറയുമ്പം നമ്മുടെ സന്തതികളെ, നമ്മളെ ദൈവം പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് തന്ന മക്കളുടെ മേൽ പിശാച് ആധിപത്യം വയ്ക്കുന്ന അടിച്ചു മാറ്റി കഴിയുമ്പോൾ, വെട്ടിമാറ്റി കഴിയുമ്പോൾ അവരുടെ സ്വപ്നങ്ങൾ ജീവൻ വെക്കുന്നു, അവരുടെ വിഷൻസ് തിരിച്ചു വരുന്നു, അവർ വീണ്ടും തിരിച്ചെടുക്കുക. അതായത് മടക്കയാത്ര തുടങ്ങിയിരിക്കുന്നു. അങ്ങനെയാണ് ആത്മാവ്. അവരുടെ മടക്കയാത്ര തുടങ്ങിയിരിക്കുന്നു. ആത്മാവിൽ വാങ്ങിച്ചെടുക്കുക. അവരുടെ മടക്കയാത്രയ്ക്ക് തടസ്സം നിൽക്കുന്ന ദുഷ്ടനെ യഹോവ ഭത്സിച്ച് വെട്ടിമാറ്റിയിരിക്കുന്നു. അവർ കടന്നു വരും. നിശ്ചയം. അനേക മക്കൾക്ക് ഇതൊരു ദൂതായിട്ട് കടന്നു വരും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ കുടുംബങ്ങളെ റിസ്റ്റോർ ചെയ്യാൻ ഈ വർഷം എടുത്ത് ഉപയോഗിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ മടക്കയാത്ര തുടങ്ങിയിരിക്കുന്നു. അങ്ങനെയാണല്ലോ നീ പറഞ്ഞത്. അതാ പ്രാർത്ഥന സ്വർഗം അംഗീകരിക്കുക തന്നെയല്ല, നിൻ്റെ ദൂതാണത്. നീ അവരുടെ മടക്കയാത്ര തുടങ്ങിയിരിക്കുന്നു. എവിടെയെല്ലാം നമ്മുടെ തലമുറകൾ മാറിയിരിക്കുന്നോ അവർ ദൈവത്തിലേക്ക് ആകർഷിക്കുന്ന വലിയ മാഗ്നറ്റ് തീ കത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആ മാഗ്നറ്റ് കർത്താവേ നീ ആകുന്നു. ആ മാഗ്നറ്റ് ആകർഷിക്കുന്നത് നീ ആകർഷിക്കുന്ന തുരുമ്പ് പിടിച്ചതിനെയൊക്കെ തന്നെ, പാപികൾക്ക് വേണ്ടി തന്നെ, വഴിതെറ്റിപ്പോയവർക്ക് തന്നെ ആ തുരുമ്പ് പിടിച്ചതിനെയൊക്കെ നീ പിടിച്ചുകൊണ്ട് തിരിച്ചു കൊണ്ടുവരുന്നതിന് നന്ദിയോടെ സ്തോത്രം. ആ മാഗ്നറ്റിൻ്റെ ശക്തി ഞങ്ങൾ എത്രമാത്രം ഈ മാഗ്നറ്റിനെ കുറിച്ച്, ഈ യേശുവിനെ കുറിച്ച് വിളിച്ച് പറയുന്നു, എത്രമാത്രം യേശുവിൻ്റെ കൂടെ അടുത്തിരിക്കുന്നു, അത്രമാത്രം റീചാർജ് ചെയ്തിട്ട് കർത്താവിൻ്റെ മഹാശക്തി ഞങ്ങളിൽ കൂടെ അനേക മക്കളിലേക്ക് പകരുന്നതിന് നന്ദിയോടെ സ്തോത്രം. ഭാര്യ ഭർത്താക്കന്മാരുടെ ബന്ധങ്ങളിൽ, മക്കളും അപ്പനും അമ്മയുടെ ബന്ധങ്ങളിൽ ഒലച്ചിൽ വന്ന് ഒക്കെ എടുത്ത് ദൂരെ കളഞ്ഞേച്ച് തൃത്വം ഒന്നിച്ച് നിൽക്കുന്നത് പോലെ അവരൊന്നിച്ച് നിൽക്കാൻ ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുന്നു. അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അത് ദൈവം ചെയ്തു തരുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. അപ്പോൾ ചെന്ന് വഴിക്ക് വെച്ചിട്ടേച്ചു പോകുന്ന ദൈവമല്ല. കർത്താവ് ഞങ്ങളുടെ പാപങ്ങളുടെ, ചിന്തയിലുള്ള പാപങ്ങളെ പോലും മൂടിക്കഴിഞ്ഞു. ഇനി ആ പാപങ്ങളൊന്നും നമ്മുടെ തലമുറമേ ചോദിക്കത്തില്ല. ഇനി പൂർവന്മാരുടെ ശാപമുണ്ടെങ്കിൽ അത് അപ്പച്ചൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടും കഴിഞ്ഞു, അതെന്നേക്കും തുടച്ചു മാറ്റിയിരിക്കും. അതിനാൽ തലമുറകൾ രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ സന്നിധിയിൽ വലതുഭാഗത്ത് ദൈവത്തോട് ഇരുന്ന് ദിനം പ്രതി കർത്താവിൻ്റെ ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ഉത്കൃഷ്ടനുമായ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് ജീവിപ്പാൻ ഇടയാക്കുന്നതിന് സ്തോത്രം. മറ്റു വഴികൾ അടയട്ടെ. ക്ലോസ് ഇറ്റ്. അടഞ്ഞുപോട്ടെ. എല്ലാം അടഞ്ഞു പോയിട്ട് ദൈവം നിയോഗിച്ച നേർവഴിക്ക് അവർ തിരിച്ചു. സിയോനെക്കുറിച്ച് എനിക്ക് വലിയ പ്ലാനുണ്ട്, സിയോനെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ടെന്നാണ് ദൈവം പറയുന്നത്. ഞാൻ അവർക്ക് നന്മയ്ക്കായിട്ട് ഞാൻ അവരെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ, ഒരു കഴുകൻ തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ മീതെ കൊണ്ടുവരുന്ന പോലെ നീ അവരെ കൊണ്ടുവരുന്നതിന്, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചു കൊണ്ടിരുന്ന പോലെ പൈതങ്ങളെ നീ കൊണ്ടുവരുന്നതിന് നന്ദിയോടെ സ്തോത്രം. ഇതൊക്കെ നിൻ്റെ മഹത്വം. അത് ഞങ്ങളുടെ കുടുംബത്തെ റിസ്റ്റോർ ചെയ്യുന്നത്. കുടുംബത്തിൻ്റെ ഉടമസ്ഥനായ നീ ആകുന്ന പാറമേലാണ് ഞങ്ങൾ വീട് പണിയുന്നത്. വേറെ വല്ല കല്ലോ ഉണ്ടെങ്കിൽ എടുത്ത് ദൂരെ കളഞ്ഞേച്ച്, മൂലക്കല്ലാവുന്ന നിന്നിൽ, ആണിക്കല്ലാവുന്ന നിന്നിൽ, അടിസ്ഥാനക്കല്ലാവുന്ന നിന്നിൽ ഞങ്ങൾ പണിതെടുക്കുന്ന ഭവനങ്ങൾ ഒരു ദുഷ്ടൻ തൊടുകയില്ല. പച്ച നീ കാവൽക്കാരെ നിർത്തിക്കഴിഞ്ഞിരിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. തലമുറകളെല്ലാം ഗബ്രിയേൽ, മിഖായേൽ, റഫേൽ എല്ലാ ദൂതന്മാരും ഒന്നിച്ചു നിന്ന് ഈ സത്യദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ നിറവേറ്റി കാണുവാൻ ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ വെച്ച് തരുന്ന ഈ സാവകാശത്തിനും ഈ സമയത്തിനും നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ട് ഞങ്ങൾക്ക് ഉത്തരം തന്ന ദൈവം കറ്റ ചുമന്നും കൊണ്ട് സന്തോഷത്തോടെ തിരിച്ചു വരുന്ന ഒരു തലമുറ ഞങ്ങൾ കാണുന്നു. അതിനത് പ്രവർത്തിച്ചല്ലോ, അതിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.